ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. എനിക്ക് വളരെ സങ്കടം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറം ഉള്ള കാഴ്ചയാണ് ഞാൻ കണ്ടത്. രണ്ട് നരാധവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്, കൊള്ളയും കൊലയും ഒക്കെയും ചെയ്ത് അറപ്പ് മാറി കിടക്കുന്ന രണ്ടവന്മാരെന്ന് വേണമെങ്കിൽ പറയാം. വലിയ പ്രായമൊന്നുമില്ല ഇവന്മാർക്ക്, ഒരിടത്തരം പ്രായം. അങ്ങനെയുള്ള രണ്ട് നരാധവന്മാർ ഒരു പയ്യനെ ക്രൂരമായി, അതെങ്ങനെയാണ് പറയുന്നത് നിങ്ങളടുത്ത് എനിക്കറിയില്ല, ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. ക്രൂരമായെന്ന് പറഞ്ഞാൽ വാക്കകത്ത് ഏതാണ്ട് സാധനമൊക്കെ തിരികെ വെച്ചിട്ട് അവൻ്റെ ദേഹം ഫുള്ള് മാന്തി പറിച്ച്, ബ്ലേഡ് കൊണ്ടാണോ കത്തി കൊണ്ടാണോ ഒന്നും അറിയില്ല, മാന്തി പറിച്ച് അവൻ്റെ മുഖവും ദേഹവും ആസകാനം ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അവസാനം എന്താ പറയുക, അവൻ്റെ ലിംഗം പുറത്തെടുത്തിട്ട് അത് കട്ട് ചെയ്യുകയാണ് പച്ച ജീവനിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ വീഡിയോ പിടിച്ച് പോസ്റ്റുന്നു. അത് ഇവന്മാരുടെ കൂടെ ഉള്ളവന്മാരാണോ ഇനി വേറെ ആരെങ്കിലും ആണോ ഒന്നും മനസ്സിലാകുന്നില്ലേ. എല്ലാവർക്കും വീഡിയോയ്ക്കാണ് പ്രയോറിറ്റി അവർ കൊടുക്കുന്നത്, വീഡിയോയ്ക്കാണ് ആദ്യം കൊടുക്കുന്ന എന്താ പറയുക ഇമ്പോർട്ടൻ്റ്. ഇത് കഷ്ടമാണെന്ന് ആലോചിച്ചു. ഈ വീഡിയോയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ ദൂരെ എങ്ങും അല്ല, കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ മറ്റുള്ളവർ ഇതുപോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹവും തോന്നലും ഒക്കെ വരുന്നത്. ആർക്കും ക്ഷമയില്ല. ചെറിയൊരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വാക്കത്തി എടുക്കുകയാണ്, അല്ലെങ്കിൽ വെട്ടുകത്തി എടുക്കുകയാണ്, പിച്ചാത്തി എടുക്കുകയാണ്. ഒന്നും വേണ്ട. എന്താണ് ഇങ്ങനെ, മനുഷ്യരെന്താ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കുത്തും കൊലയും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നഷ്ടങ്ങൾ മാത്രം. അവരുടെ കൂടപ്പിറപ്പുകൾ, അമ്മ, അച്ഛൻ, ഇവരൊക്കെ എന്ത് പ്രാണം പിളയും. ഒരു മകനോ ഒരു പെങ്ങളോ അല്ലെങ്കിൽ ഒരു സഹോദരനോ ഒരു സഹോദരിയോ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കി അവർ വളർത്തും. പഠിക്കാനായിട്ട് കോളേജിലും അവിടെ ഇവിടെയൊക്കെ വിട്ടയക്കും. അപ്പോൾ ആ കുട്ടിയെ കാണാണ്ടാവുമ്പോൾ ആ കുട്ടിയുടെ മൂടിപ്പൊതിച്ച വെള്ളപ്പുതപ്പ് കൊണ്ടുള്ള മൂടിപ്പൊതിച്ച് ശരീരം വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. 100 തെറ്റ് ചെയ്താലും മക്കൾ തന്നെയാണ്. അവർ മരിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവരുടെ ജീവൻ പൊലിഞ്ഞ ശരീരം ആ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെ. ഇവന്മാർ വല്ല കഞ്ചാവൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യാൻ അവന്മാർക്ക് അത്രയും ക്രൂരമായ മനസ്സ് ഉണ്ടാവണ്ടേ. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും എക്സ്പീരിയൻസ് ഉള്ളവന്മാർക്ക്, അറപ്പ് മാറിയവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് വല്ല ലഹരിക്ക് അടിമയായിട്ട് ഇങ്ങനെ ചെയ്തതാവാം. പച്ച ജീവനിൽ ആ കുഞ്ഞ് പെടയുന്നത് കണ്ടപ്പോൾ ചങ്ക് തകർന്നു പോയി. ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല. എങ്കിലും ചില വീഡിയോകൾ നമ്മൾ എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കയറി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ക്യാപ്ഷൻ വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അത് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ആ കുടുംബത്തിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ. ഇനി ആ കുടുംബത്തിന് ആ കുഞ്ഞുണ്ടോ എന്നാലും ഇതൊക്കെ എന്താണ് മനസ്സിലാകുന്നില്ല. പച്ച ജീവനിൽ, അതായത് മീൻ കണ്ടിക്കുന്നത് പോലെ, ഒരു മീൻ മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് കത്തി കൊണ്ടങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത് പോലെയാണ് മനുഷ്യ ശരീരത്തിനെ അവർ കീറി മുറിക്കുന്നത്. പച്ച ജീവനിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ 2 അടി കൊടുക്കുകയോ പറഞ്ഞു തീർക്കുകയോ അല്ലേ. അടിക്കാനും പാടില്ല. ഒരാളുടെ ദേഹം നോക്കുന്നത് അത് പാവം തന്നെയാണ്, അവരുടെ കണ്ണുനീര് വീണാലുണ്ടാവുന്ന ശാപം. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത്, നിനക്ക് ദേഷ്യമുണ്ടോ, 2 അടി കൊടുക്കുക അല്ലെങ്കിൽ 2 ചീത്ത പറയൂ, ഓക്കെ, അതോടെ വിടുക. ഇമ്മാതിരി കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഇമ്മാതിരി രോഗം സഹിക്കുന്നതിനും അപ്പുറം. ആ കാഴ്ച കണ്ട് ഞാനിങ്ങനെ പതച്ച് നിന്ന് പോയി എന്നുള്ളതാണ്. പേടിയാണ്. അങ്ങോട്ട് തിരിയാൻ ഇങ്ങോട്ട് തിരിയാൻ പേടിയാണ്. മക്കൾക്ക് നാളെ എന്ത് സംഭവിക്കും? എല്ലാവരുടെയും മക്കൾ ഇപ്പോൾ ദൂരെയൊക്കെയാണ് നിന്ന് പഠിക്കുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി, അല്ലെങ്കിൽ സംഭവിച്ചത്? ഇതൊക്കെ ഓർത്തിട്ട് പെറ്റമ്മമാർക്ക്, നൊന്ത് പ്രസവിച്ച അമ്മമാർക്ക് ആ ഒരു ഏക്കം ഉണ്ടായിട്ടേയിരിക്കും മരണം വരെ.
മക്കളിനി എത്ര കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായെന്ന് പറഞ്ഞാലും അവർ അച്ഛനും അമ്മയ്ക്കും കുട്ടി തന്നെയാണ്. അപ്പം അവർക്ക് ആ ഒരു എണ്ണവും ആ ഒരു ഏക്കവും വന്നിട്ടേ ഇരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയ, പണ്ടൊക്കെ നമ്മളൊരു ചാനൽ എടുത്താൽ ഒരു ടി വി തുറന്നാൽ ചിരിക്കുന്ന കാഴ്ചകൾ, കോമഡികൾ, കാർട്ടൂണ്, ഇങ്ങനത്തെ കുറേ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു വാർത്ത വെച്ചാലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്താലോ കാണുന്ന കാഴ്ചകൾ സങ്കടകരമായ കാഴ്ചകൾ. എന്താണിത്? വല്ലാത്തൊരവസ്ഥ, പറഞ്ഞറിയിക്കാൻ വയ്യ. നമുക്കിങ്ങനെയാണെങ്കിൽ അവരുടെ ഫാമിലിക്ക് എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഈ മയക്കുമരുന്നും കഞ്ചാവും റൗഷുവറും ഇങ്ങനത്തെ ലഹരി വസ്തുക്കളൊക്കെ ഇറങ്ങിയതാണ് ഏറ്റവും വലിയ ജീവന് അപകടമുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ജീവനാണ് ഇത് കാരണം പൊലിഞ്ഞു പോയത്. ഈ സർക്കാരോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങളായ നമ്മൾ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും രണ്ടുപേരും ഇറങ്ങിയിട്ട് കാര്യമില്ല. കൂട്ടത്തോടു കൂടി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. ഈ ലഹരിക്ക് വേണ്ടിയിട്ട്, ലഹരി മാഫിയ നിർത്തലാക്കാൻ ഉണർന്ന് പ്രവർത്തിക്കണം. എങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് ഇതിനു വേണ്ടി സമരം ചെയ്യുകയും ഇതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. എത്രയോ ജനങ്ങളുണ്ട്. എല്ലാവരും ഒത്തുപിടിച്ചാൽ, ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ ലഹരിയെ നമുക്ക് തുരത്താൻ പറ്റും. ഇത് സ്കൂളിൻ്റെ വരാന്തകളിൽ പോലും ഒളിച്ചു നിന്നുകൊണ്ട് ഈ സാധനങ്ങൾ കൊടുക്കുകയും കുട്ടികൾ കൊണ്ടുപോയി ടോയ്ലറ്റിൽ പോകുമ്പോഴും അവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും അത് ഉപയോഗിക്കുകയും ഒരിക്കൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ അത് ഉപയോഗിക്കണമെന്ന് തോന്നുകയും ആ ടെൻഡൻസി അവർക്ക് വരികയും അതില്ലാതെ വരുമ്പോൾ മാനസികമായിട്ട് അവർ മെൻ്റലി ഇതായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഈ ലഹരി തന്നെയാണ്. ഈ സർക്കാർ ഇതെന്തിന് വച്ചു വാഴ്ത്തുന്നു? ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ഫാക്ടറികൾ അല്ലെങ്കിൽ ഓരോ കടകൾ ഇങ്ങനെ സജ്ജീകരിച്ച് വെച്ചത് കൊണ്ടാണ് ഇത് കൈമറിഞ്ഞ് ഓരോ കൈകളിലും കൊടുത്ത് കുട്ടികളെ നശിപ്പിക്കുന്നത്. മുതിർന്നവരായാലും കുട്ടികളായാലും ഇതിന് അടിമയാവുന്നത്. എത്രയോ കുടുംബങ്ങൾ കണ്ണീരിലാണെന്നറിയും. നമ്മൾ ചിന്തിക്കും നമുക്ക് മാത്രം കൊടുക്കുമെന്നല്ല. പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഒരുപാട് കുടുംബങ്ങൾ ദുഃഖപ്പെട്ടാണ് കഴിയുന്നത്. ഇമാതിരി സ്വഭാവങ്ങൾ കാണിച്ചിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ, ഉണ്ടാക്കി വെച്ച ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. മനസ്സിലായില്ലേ? പറയാതിരിക്കാൻ വയ്യ. സങ്കടം കൊണ്ട് പറഞ്ഞു പോണാൻ. ഇതിന് നമ്മൾ തന്നെ പ്രവർത്തിക്കണം. വേറെ ആരും ഇതിന് പ്രവർത്തിക്കാനില്ല. നമ്മളിൽ പലരും ഇതിനു വേണ്ടി ഇറങ്ങിയാൽ തീർച്ചയായിട്ടും വിജയം കണ്ടേ നമ്മൾ മടങ്ങി വരും. അതിന് നിങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കണം. എത്ര ജീവനാണ് നഷ്ടപ്പെടുന്നതെന്നറിയോ?